I need you. Father. Did you fuck me? What? അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമാൻ. അയ്യേ ഒരു അച്ഛനാണ് പറഞ്ഞത് ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഫൈനലി നമുക്ക് അങ്ങനെ ബോയ്സിന്റെ ഫൈനൽ സീസണിന്റെ രണ്ടാമത്തെ ട്രെയിലർ കൂടെ കിട്ടിയേക്കുവാണ്. ആക്ച്വലി ഇതൊരു 5 സീസണിൽ ഒതുക്കാതെ ഇനിയും മുമ്പോട്ട് വേണോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടന്റ് ആണ്. എന്നാൽ പോലും ഇതൊരു ഫൈനൽ സീസൺ ആയിട്ട് ഈ സീസൺ 5 കൊണ്ട് അവർ നിർത്തുന്നതിൽ സത്യം പറഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട്. കാരണം സീസൺ 4 തന്നെ ഇതിന്റെ ആദ്യത്തെ 2-3 സീസണുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ചെറിയൊരു ലെറ്റ് ഡൗൺ പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ ഇനി സീസൺ 5, 6, 7, 8 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഇതിന്റെ കണ്ടന്റിന് ആൾക്കാരുടെ ഇടയിൽ പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇരുത്തി വലിപ്പിക്കാതെ ഇതിലുള്ള ഐക്കോണിക് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെ ഉണ്ട്. സോ അവർക്കെല്ലാം അവർ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിക്കുള്ള എൻഡിങ്ങും പരിപാടി കൊടുത്ത് ഒരു ഫെയർവെൽ കണക്ക് ഈ ഒരു സീരീസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. സോ സംസാരിക്കുന്നുള്ളത് സീരീസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ട്രെയിലറിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ട്രെയിലറിന്റെ തുടക്കം തന്നെ ഹോംലാൻഡറിന്റെ ഒരു സ്പീച്ചിൽ നിന്നാണ് തുടങ്ങുന്നത്. അറിയാലോ, സ്റ്റേജിൽ കയറി ഹോംലാൻഡർ എപ്പോഴൊക്കെ സ്പീച്ച് കീച്ചിട്ടുണ്ടോ ആ ഒരു സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഐക്കണിക് ആയിട്ടുള്ളൊരു മൊമെന്റ് ഈ ഒരു ബോയ്സ് സീരീസിൽ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീച്ച് സീക്വൻസ് എന്തായാലും സീരീസിൽ നല്ല പ്രാധാന്യം അറിയിക്കുന്ന ഒരു സീക്വൻസ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ആ ഒരു സമയത്തെ ഹോംലാൻഡറിനെ കൃത്യമായിട്ട് ക്യാമറ ആംഗിളിൽ പിടിച്ചിരിക്കുന്ന ഒരുപാട് പേര് നോട്ട് ചെയ്ത് കാണണം. ജീസസ് ക്രൈസ്റ്റിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ പുള്ളി ആ കൈ വിരിച്ച് നിൽക്കുന്ന ഒരു സീക്വൻസ് ഒക്കെ കൃത്യമായിട്ട് പുള്ളിനെ ഒരു ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഒരു സേവിയർ മോഡിലാണ് സീരീസിൽ പുഷ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാതെ പറയുകയാണ്. എങ്ങനെയാണ് പുള്ളി ഈ ഒരു സീരീസിൽ ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഒരു രക്ഷകൻ മോഡിലോട്ട് പുള്ള് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അടുത്ത സീക്വൻസിലേക്ക് പോകും. ഫയർ ക്രാക്കറിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു ഡെസ്റ്റിനി ഉണ്ടെന്നും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണെന്നും പറയുന്ന ഹോംലാൻഡറിനെയാണ് പിന്നെ കാണിക്കുന്നത്. ഫയർ ക്രാക്കറിന് പിന്നെ ഹോംലാൻഡർ എന്ത് പറഞ്ഞാലും വേദവാക്യാണല്ലോ. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ആ ഡയലോഗിന് ശേഷം ഹോംലാൻഡർ വല്ലാത്തൊരു ചിരി ചിരിക്കുന്നുണ്ട്. ഹോംലാൻഡർ ഈ ടൈപ്പ് ഒരു ചിരി ചിരിക്കുന്നുണ്ട് ഓർത്തോണം എന്തോ വശപ്പശ ഉണ്ടെന്നുള്ളൊരു കാര്യം. സോ പുള്ളിക്കാരന്റെ മൈൻഡിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. V1 സെറം, അതായത് വോട്ടിന്റെ ദ OG കോമ്പൗണ്ട് V എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു സെറമാണ് ഈ ഒരു സീരീസിൽ ഈ ഒരു സീസണിൽ മൊത്തം ഹോംലാൻഡറിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം ആയിട്ട് വരാൻ പോകുന്നു. ഈ ഒരു ബോയ്സിന്റെ യൂണിവേഴ്സിറ്റി തന്നെ സോൾജിയർ ബോയും സ്റ്റോം ഫ്രണ്ടും ഒക്കെ എടുത്തിരിക്കുന്ന ആ ഒരു സെറം എന്ന് പറയുന്നത് ഈ ഒരു V1 സെറം ആണ്. സോ ഈ V1 സെറത്തിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റി ആണ്. സോ വൺസ് ഈ ഒരു സെറം കൈപ്പറ്റി കഴിഞ്ഞാൽ ഹോംലാൻഡർ ഇമ്മോർട്ടൽ ആയിട്ട് മാറും. സോ അതിനുശേഷം ബോയ്സിനെ നല്ല വേറെ ഒരുത്തരം ഹോംലാൻഡറിന് ഒരു ചുക്കും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ തന്നെ സൂപ്പർ ഓവർ പവർഡ് ആണ്. സോ ആ ഒരു ഗതിയിലേക്ക് ഇമ്മോർട്ടാലിറ്റി പവർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ ലിറ്ററലി ഒരു ഗോഡ് മോഡിലോട്ട് ഹോംലാൻഡർ എത്തിപ്പെടും. സോ അതുകൊണ്ട് തന്നെയാണ് സീരീസിന്റെ ഈ ഒരു ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ ഹോംലാൻഡറിനെ ഒരു ജീസസ് ക്രൈസ്റ്റുമായിട്ട് ഉപമിച്ചുകൊണ്ടുള്ള കുറെ ഷോട്ടുകളും പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം നമ്മുടെ ബോയ്സ് ടീമിന്റെ ഒരു ഗെറ്റ് ടുഗദറാണ് കാണിക്കുന്നത്. ഏതോ ഒരു ബേസ്മെന്റ് സെറ്റപ്പിലാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത്. സോ ഓൾറെഡി സീസൺ 4ന്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബോയ്സിലെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും ഹോംലാൻഡറിന്റെ ആ ഒരു ഗ്രൂപ്പ് ക്യാപ്ചർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു സീക്വൻസ് കണ്ടിട്ടുണ്ടാവും. ഹ്യൂഹി, ഫ്രഞ്ചി, മദേഴ്സ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരു പ്രിസൺ പോലത്തെ ഒരു സെറ്റപ്പിൽ അടച്ചു വെച്ചേക്കായിരിക്കും. സോ ആ ഒരു പ്രിസൺ പോലത്തെ സെറ്റപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പായിട്ടുള്ള ട്രെയിലറിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ടെക്നേറ്റിന്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ഒരു ഫ്രീഡം ക്യാമ്പിനകത്തെ ഒരു പ്രിസണിലാണ് ഇവരെല്ലാം അടച്ചു വെച്ചേക്കുന്നത്. ആൻഡ് ആ ഒരു പ്രിസന്റെ അകത്ത് നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് സ്റ്റാർലൈറ്റും എട്രെയിനും വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഇതിന് മുമ്പത്തെ ടീസറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ടീസറിലും അതിന്റെ ഗ്ലിംസസ് അവിടെ ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ട്. സോ വൺസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മൊത്തം ബോയ്സ് ടീം ഒരുമിച്ച് ഈ ഒരു ബേസ്മെന്റ് സെറ്റപ്പിലോട്ട് വരുന്ന രീതിയിലാണ് ആ സീക്വൻസ് പോകാനായിട്ട് സാധ്യത. കാരണം ഞാനത് പറയാൻ കാരണം ഹ്യൂഗി ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് നോക്കിയാൽ കാണാം ആ സെയിം ഡ്രസ്സ് തന്നെയാണ് മച്ചാൻ അവിടെ ഇട്ടിട്ടുള്ളത്. സോ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി കൊടുത്തേക്കുന്നതാണ്. സോ ഈ ഒരു സീക്വൻസുകൾ ഇത്രയും ഞാൻ പറഞ്ഞ ഭാഗങ്ങളെല്ലാം സീരീസിന്റെ ആദ്യത്തെ ഒരു ഒറ്റ എപ്പിസോഡിൽ തന്നെ കാണിച്ച് പോകാനാണ് സാധ്യത. ആൻഡ് അവിടെ വെച്ച് മദേഴ്സ് മിൽക്ക് ഡിസ്ക്ലോസ് ചെയ്യുവാണ് എന്താണ് ഈ ഒരു ഹോംലാൻഡറിന്റെ പ്ലാൻ എന്നുള്ളൊരു കാര്യം. ഈ ഒരു V1 തേടിയിട്ടാണ് ഹോംലാൻഡർ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം മദേഴ്സ് മിൽക്ക് അവിടെ പറയുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. മാത്രമല്ല വിക്ടോറിയ ഹ്യൂമന്റെ ഭർത്താവ് അവിടെയുണ്ട്. സോ പുള്ളിക്കാരൻ എന്താണ് ഈ ഒരു V1ന്റെ പ്രത്യേകതകൾ എന്നുള്ളൊരു കാര്യത്തിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും വെച്ചിട്ട് ഒരു ക്ലാസും അവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത സീക്വൻസിൽ ആരും സെറം മേത്ത് ഇൻജക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോകുന്നുണ്ട്. സേജ് കുറച്ചപ്പുറത്ത് മാറി നിന്ന് അത് കാണുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ആ ഒരു നോട്ടത്തിലെ ഒരു വ്യാപ്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബോയ്സ് ടീമിലേക്ക് ഈ ഒരു സേജും വന്ന് കയറി കൊടുക്കാനുള്ള ചാൻസസ് എനിക്ക് തോന്നുന്നുണ്ട്. ഓൾറെഡി പുള്ളിക്കാരി ഹോംലാൻഡറിന്റെ പരിപാടികളൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫെഡപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഇനിയിപ്പോൾ ഈ ഒരു സെറത്തിന്റെ പ്ലാനും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സാധ്യത ഇല്ലാതില്ല. സോ ബോയ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഹോംലാൻഡറിനെ കൊല്ലുക എന്നുള്ള ഒരു ടാസ്കിന് ചെറിയൊരു സ്റ്റോപ്പ് വാച്ച് കൂടെ വെച്ച് കൊടുത്തേക്കുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഹോംലാൻഡർ ആ ഒരു സെറം മേത്ത് ഇൻജക്ട് ചെയ്യുന്നതിന് മുമ്പേ പുള്ളിയെ തട്ടണം. എല്ലാ സൂപ്പർ ഹീറോസിനും കൊല്ലാനുള്ള ആ ഒരു സൂപ്പർ വൈറസിന്റെ ഒരു ക്രിയേഷനിലാണ് ഇപ്പോൾ ബോയ്സ് ടീം ആയിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഹോംലാൻഡറിന്റെ പളക്കി തന്നെ കുത്തി കയറ്റണം എന്നുള്ള ഒരു രീതിക്ക് ബുച്ചർ അവിടെ കിടന്ന് തൊള്ള പൊട്ടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ ഈ ഒരു ബോയ്സ് ടീമിന് ഒരുപാട് സൂപ്പർ ഹീറോസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസ് നിലവിൽ വരികയാണെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിനും ഒരുപാട് പേര് മരിക്കേണ്ടതായിട്ട് വരും. സോ
അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയാണ് ഇവർ നോക്കി കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. വേറൊരു സീക്വൻസിൽ ബില്ലി ബുച്ചർ നമ്മുടെ ഹ്യൂഗിയുടെ കൊഞ്ഞയ്ക്ക് പിടിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. മേ ബി ഇവരുടെ ബോയ്സ് ടീമിലെ സൂപ്പർ ഹീറോസും മരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സംശയമൊക്കെ ഹ്യൂഗി ചോദിച്ചപ്പോൾ ആര് ചത്താലും കുഴപ്പമില്ല, എനിക്ക് ഹോംലാൻഡർ ചാവണം എന്നുള്ള രീതിക്ക് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ചെറിയൊരു തല്ലായിരിക്കും അത്. സ്റ്റാർലൈറ്റിന്റെ ലൈഫ് റിസ്കി വെച്ചിട്ടുള്ള ഒരു കളിക്കൊന്നും ഹ്യൂഗി തയ്യാറാവത്തൂല. ആൻഡ് ഹോംലാൻഡറിനെ കൊല്ലാതെ ബില്ലി ബുച്ചർ അടങ്ങത്തൂല. സോ അവരുടെ തമ്മിലുള്ള ആ ഒരു ഐഡിയോളജി ഡിഫറൻസുകളിൽ ഉണ്ടാകുന്ന പരിപാടികൾ, കോൺസിക്വൻസസ് പരിപാടികളൊക്കെ സീരീസ് ചർച്ച ചെയ്യേണ്ടതാണ്. ആൻഡ് അതിനുശേഷം തലവൻ സോൾജിയർ ബോയുടെ റിട്ടേൺ ആണ് നമ്മൾ കാണുന്നത്. ഹോംലാൻഡർ സോൾജിയർ ബോയിനെ അവിടെ രക്ഷപ്പെടുത്തുവാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് വായ തുറന്ന പുള്ളി ആദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെ എല്ലാവരും കേട്ട് കാണുമല്ലോ, ഞാനിവിടെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ പുള്ളിക്കാരൻ ഇതിലൊരു പൂണ്ട് വിളയാട്ടം തന്നെ ആയിരിക്കും വീണ്ടും. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, സൂപ്പർ നാച്ചുറൽ സീരീസ് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഒരു സീരീസിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു സീരീസിൽ റിട്ടേൺ ആവുന്നുണ്ട്. ഞാൻ സൂപ്പർ നാച്ചുറൽ കണ്ടിട്ടില്ല, സോ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഈ ഒരു ബോയ്സിന്റെ ക്രിയേറ്ററിൽ ഒരാൾ സൂപ്പർ നാച്ചുറലിന്റെ ആളാണ്. സോറി, ക്യാരക്ടേഴ്സ് അല്ല, ആക്ടേഴ്സ്. സൂപ്പർ നാച്ചുറൽ അഭിനയിച്ചിട്ടുള്ള കുറെ ആക്ടേഴ്സ് ഈ ഒരു സീരീസിൽ വേറെ ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ട്. സോ സൂപ്പർ നാച്ചുറൽ ഫാൻസിന് ചെറിയൊരു ട്രീറ്റ് ആയിരിക്കാം. സോൾജർ ബോയ് വേഴ്സസ് ബുച്ചർ ഒരു ഫേസ് ഓഫ് കാണിക്കുന്നുണ്ട്. ഒടുക്കം നീ ഞങ്ങളുടെ കൂട്ടായാലാണെന്ന് സോൾജർ ബോയ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടായത് നിങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കൊലമാസ ഡയലോഗ് ഇറക്കിക്കൊണ്ട് ഒരു കിടിലം ഫൈറ്റ് സീക്വൻസ് അവിടെ കാണാം. ഹാർമോണി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു മെഡിക്കൽ സെറ്റപ്പിലോട്ട് നമ്മുടെ ഹോംലാൻഡറും സോൾജർ ബോയും കൂടെ പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി ഇതാ ഒരു കോമ്പൗണ്ട് വി അന്വേഷിച്ച് പോകുന്ന ഒരു പോക്കായിരിക്കാം. സോ അപ്പനും മോനും കൂടെ ഒരുമിച്ച് ഈ സീരീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കാണിക്കുന്നത് ഡീപ്പിന്റെയും നോയറിന്റെയും ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പാണ്. ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നോയറിന് എന്ത് കാര്യം, പുള്ളിക്കാരൻ സംസാരിക്കത്ത് കൂടിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻസ് പറയാനായിട്ട് അവിടെ ഒരു സ്ലൈറ്റ് സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറേ സ്വിച്ചുകളുണ്ട്. ആ ഒരു സ്വിച്ചുകളിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു പോഡ്കാസ്റ്റിന്റെ നിലവാരം. ആൻഡ് ആ ഒരു മൊത്തം മുറി ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടുള്ള പ്ലക്കാർഡ്സിൽ എഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ വായിക്കുമ്പോൾ എന്തോ ഒരു വശപ്പശക തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ പരിപാടി എന്നുള്ളത് എന്തായാലും കണ്ടു തന്നെ അറിയാം. ആൻഡ് അതിനുശേഷം സ്റ്റാൻ യേഗർ ഈ ഒരു ബോയ്സ് ടീമിനെ കാണാൻ വരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. മിക്കവാറും സ്റ്റാൻ യേഗറും ഈ ഒരു ബോയ്സ് ടീമിൽ ചേരാനായിട്ട് സാധ്യതയുണ്ട്. വിക്ടോറിയ ന്യൂമാൻ്റെ ആ ഒരു മരണത്തോടനുബന്ധിച്ച് ബോയ്സ് ടീമിനോട് ഇങ്ങേർക്ക് അത്ര വലിയ രസത്തിലല്ല. എന്നാൽ പോലും ഇവരുടെ ഒരു കോമൺ എനിമിയായിട്ട് ഹോംലാൻഡർ അപ്പുറത്ത് നിൽക്കുമ്പോൾ പുള്ളിക്കാരന് വേറെ ചോയ്സ് ഇല്ല. ആഷ്ലിയെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി നല്ല നൈസായിട്ട് നിൽക്കുന്നുണ്ട്. നൈസായിട്ട് നിൽക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ തൊട്ട് മുമ്പത്തെ സീസണിലാണെങ്കിൽ പുള്ളിക്കാരി ആ ഒരു കോമ്പൗണ്ട് വി എടുത്തതിന് ശേഷം ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി വീണ്ടും എങ്ങനെയാണ് ഇങ്ങനെയായത്? രണ്ട് ചാൻസസ് ആണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ പുള്ളിക്കാരിയെ കിട്ടിയിരിക്കുന്ന ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ബന്ധപ്പെടുത്തിയ എന്തെങ്കിലും സൂപ്പർ പവർ ആയിരിക്കാം. അല്ലെങ്കിൽ ഇതൊരു ഷേപ്പ് ഷിഫ്റ്റർ എന്തെങ്കിലും ഹാഷ്ലിയുടെ ഒരു രൂപം എടുത്ത് വന്നിരിക്കുന്ന രീതിയിലായിരിക്കാം. അതിനുശേഷം റയാനെയും കാണിക്കുന്നുണ്ട്. റയാൻ മൊത്തത്തിലൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ് സീസൺ 4 നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആരുടെ ടീമിൽ ചേരും എന്നുള്ളൊരു നിലയ്ക്ക്. ആൻഡ് എനിക്ക് കൂടുതലും തോന്നുന്നു ബോയ്സ് ടീമിൽ തന്നെ പുള്ളി ചേരുമെന്നാണ്. ഇതിന് മുമ്പത്തെ ഇറങ്ങിയ സീസണിൽ നോക്കിക്കഴിഞ്ഞാലും വോട്ടിന്റെ ഒരു സോൾജറിനെ പുള്ളി അടിച്ച് പഞ്ഞിക്കിടുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടീസറിന്റെ എൻഡിങ്ങിനായിട്ട് ഹോംലാൻഡർ ആ ഒരു ഭയങ്കര വികാരധീനനായിട്ട് ആരും ഇടിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. കുറേ പേര് അത് ട്രെയിൻ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഹോംലാൻഡറിന്റെ മുഖത്ത് അവർ എക്സ്പ്രഷൻ വെച്ച് ഡീകോഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് റയാൻ ആവാനാണ് കൂടുതൽ ചാൻസ്. ആൻഡ് പുതിയൊരു സൂപ്പർ ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ വോയിസ് വെച്ചിട്ടുള്ള എന്തോ ഒരു സൂപ്പർ പവർ ആണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. സോ പുള്ളിയും നമ്മുടെ ആഷ്ലിയും ആയിട്ടുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് പടം കണ്ട് തന്നെ അറിയാം. മേവിൽ എവിടെയും ടീസ് ചെയ്യുന്ന രീതിയിൽ കണ്ടില്ല. ബട്ട് എന്തായാലും സീരീസിൽ പുള്ളിക്കാരി ഉണ്ടാവും. അവസാനിക്കാൻ പോകണല്ലോ. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ മാറ്റി നിർത്തത്തില്ല. പുള്ളിക്കാരി എന്തായാലും തിരിച്ചു വരാനായിട്ട് എല്ലാവിധ ചാൻസും ഉണ്ട്. സോ അതെന്തായാലും സീരീസിൽ കണ്ട് തന്നെ അറിയേണ്ടി വരുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങനെ പ്രസിഡന്റിന്റെ റൂമിൽ ഹോംലാൻഡർ നല്ല ഗത്തായിട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് എക്സാക്ട്ലി കോമിക്സിൽ ഇതുപോലുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു സീക്വൻസിൽ മൊത്തം രക്തത്തിൽ കുളിച്ചുകൊണ്ട് കയ്യിലൊരു തലയുമായിട്ടാണ് ഹോംലാൻഡർ ഇരിക്കുന്നത്. മാത്രമല്ല ഒരു മുറിയിലോട്ട് ബുച്ചർ വന്നിട്ട് ഇവരുടെ ഒരു ഫേസ് ഓഫ് അവിടെ നടക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസിലാണ് കോമിക്സിൽ പരിപാടി നടക്കുന്നത്. അത് എത്ര കണ്ട് ഈ ഒരു ലൈവ് ആക്ഷനിൽ വരും എന്നുള്ളൊരു കാര്യം എന്തായാലും കണ്ട് തന്നെ അറിയാം. സോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ടീസറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ എത്രത്തോളം നിങ്ങൾ ഈ ഒരു സീരീസിന്റെ സീസൺ 5 വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും ഇതോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും മൊത്തം സീരീസിന്റെ ഒരു പ്രതീക്ഷകളും പരിപാടികളും നിങ്ങളുടെ കേസിൽ എങ്ങനെയാണെന്ന് അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.